ഞങ്ങളുടെ ദുബായ് ട്രിപ്പ് ക്യാൻസൽ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേറൊരു ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പം കൂടെ സുമിയും കുക്കും വരുന്നുണ്ട്, ഐക്യുണ്ട്. ജസ്റ്റ് ഒരു ഷോർട്ട് ട്രിപ്പാണ്. നമ്മൾ എയർ ഇന്ത്യക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പം B37 ആണ് നമുക്ക് പോകേണ്ട ഗേറ്റ് നമ്പർ. അങ്ങനെ 1.5 മണിക്കൂർ ഡിലേ ആയിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. ഞങ്ങളിങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങി 10 മണിക്കൂറാണ് നമുക്ക് എടുത്ത് ഇവിടം വരെ. നമ്മൾ ലഗേജ് ക്ലെയിമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ എയർപോർട്ടിൽ നമ്മൾ വന്നിറങ്ങിയപ്പോഴത്തേക്കും ചെവിയായിട്ടുന്ന ഒരു ആനയൊക്കെ നമ്മുടെ ഫ്രണ്ട് നിൽപ്പുണ്ട് കേട്ടോ. ഫുള്ള് പ്രലോഭിപ്പിക്കാൻ വേണ്ടിയുള്ള മദ്യക്കുപ്പിയുടെ സൈഡുകൾ. അങ്ങനെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങി ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ നോക്കുവാണ്. നമ്മുടെ കുറച്ച് ദോശ അങ്ങനെയുള്ള നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഐറ്റംസ് കിട്ടുന്ന ഒരു കട നോക്കി ഇങ്ങനെ ഇറങ്ങിയതാണ്. ഭയങ്കര ട്രാഫിക്കാണ് വൈകുന്നേരം ആയതുകൊണ്ട് ബാംഗ്ലൂർ. ഞങ്ങൾ വിശന്ന് മടുത്ത് ഒരു രീതിയിൽ ആദ്യത്തെ ഫുഡ് കേട്ടോ. ഇത് വൈകുന്നേരം 8 മണിയായി ടൈം. വണ്ടി കിട്ടാൻ വേണ്ടി കുറേ ലേറ്റ് ആയി. ഞങ്ങൾ ബാംഗ്ലൂർ ഇറങ്ങിയത് ഏതായാലും കറക്റ്റ് ടൈമായിരുന്നു. ഇന്ന് RCBയും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള കളി നടക്കുവാണ് ഇവിടെ 2020. നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് വെച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കാറില്ലല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നാട്ടിൽ പോയിട്ട് വണ്ടി ഓടിക്കാൻ. ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് നേരെ മൈസൂർ വഴി ആണ് നമുക്ക് പോകാനുള്ളത്. ഇപ്പം ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിലേക്ക് നമ്മൾ കയറിയതേ ഉള്ളൂ. അടിപൊളി റോഡാണ് കേട്ടോ. ഇത് സ്റ്റാർട്ട് ചെയ്ത പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഈ റോഡ് വഴി പോകുന്നത്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റോഡിൽ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ വാഹനങ്ങളും അത്യാവശ്യം ടോളുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കില്ല ഈ നമ്മുടെ ഈ റോഡിൽ. നല്ല ടോൾ പ്ലാസയൊക്കെ നല്ല അടിപൊളിയാട്ടോ രാത്രി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കിട്ടിയ വണ്ടിക്ക് ഫാസ്റ്റാഗ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് പേ ചെയ്യേണ്ട സീൻ വന്നില്ല അധികം സ്ഥലത്ത്. നമ്മൾ തൊട്ടടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ഫാസ്റ്റാഗ് വർക്കായിട്ട് നമുക്ക് ബാരിക്കേഡ് ഓപ്പണായി കിട്ടുന്നതുകൊണ്ട് എല്ലാ സ്ഥലത്തും തന്നെ നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റായിരുന്നു ഈ ഫാസ്റ്റാഗിൻ്റെ പേയ്മെൻറ്റൊക്കെ അടിക്കേണ്ടത് കേട്ടോ. നീണ്ട 6-7 മണിക്കൂർ ഡ്രൈവാണ് ഇനി നാട്ടിലേക്കുള്ളത്. നമുക്ക് ശരിക്കും ഡ്രൈവിങ്ങിൻ്റെ ഒരു ഫണ്ണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മൈസൂർ കഴിയണം. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 വേ ട്രാഫിക്കുള്ള സിംഗിൾ ട്രാക്ക് റോഡ് വരുള്ളൂ. ഇപ്പം വെളുപ്പിന് ഏകദേശം ഒരു 2 മണിയൊക്കെ അടുത്തായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അലൻ എന്നോട് ഇടയ്ക്ക് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. നമുക്കാണെങ്കിൽ നാട്ടിൽ വന്നിട്ടുള്ള ഊർജം കൂടുതലായതുകൊണ്ട് ഉറക്കവും വരത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൈറ്റിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അതായത് ഈ വണ്ടി ഇങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ പോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഭയങ്കര രസമുള്ള കാര്യമാണ്. നമുക്കിവിടെ UK നമുക്ക് ഇങ്ങനത്തെ ഡ്രൈവിങ് എക്സ്പീരിയൻസ് ഒന്നും രാത്രി ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ നാട്ടിലോട്ടുള്ള പോകുന്ന ഒരു ബസ്സാണ് കേട്ടോ കാണുന്നത്. നമുക്കധികവും രാത്രിയിൽ നൈറ്റിലുള്ള ബസ്സുകൾ, ട്രക്കുകൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ റൂട്ടുകളിൽ അധികവും ഉണ്ടാവാറുള്ളത്. അങ്ങനെ വെളുപ്പിന് ഏകദേശം ഒരു 5:30 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ അവരെ പിള്ളേരൊക്കെ ഏതായാലും വീടെത്തിയെന്ന് പറഞ്ഞ അവിടെ ചാടി ഇറങ്ങി. ബുക്കുവാണ് കണ്ടോ, ഒരു ഷൂ ഊരിയിട്ടാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. എപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പനുള്ള കോട്ട നമ്മൾ ആദ്യം തന്നെ കൊടുത്തിരിക്കുക. അത് ഞാൻ പെട്ടിയുടെ ഏറ്റവും മുകളിലായിരിക്കും കുപ്പി വെക്കാറുള്ളത്. പുള്ളിക്കാരന് ബാംഗ്ലൂർ നമ്മളെ കൂട്ടാൻ വേണ്ടി വരാൻ പറ്റാത്തതിൻ്റെ ഒരു പരിവമുണ്ടേ. നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പൻ്റെ കൂടെ ഒരു ചിയേഴ്സ് പറയാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല. കട്ട വഴിയാണ്
അടിക്കാതെ തന്നെ പൂസായി നിൽക്കുമോ